പല്ലാരെ അടിച്ച് തെറിപ്പിച്ചത്? ഞാൻ പൊരിച്ചത്. പൊരിച്ചു തിന്നോ? പൊരിച്ചു. പല്ല് ഇങ്ങനെ എടുത്ത് പൊരിക്കും ഡോക്ടറെ. പൊരിച്ചു. ഓ അത് ശരി. പൊരിച്ചു അല്ല, പൊരിച്ചു പൊരിച്ചു. ഫ്രൈ ചെയ്തത്. പിന്നെ ഞാൻ നാട്ടില് പോയിട്ട് എന്റെ അനിയത്തിനെ കണ്ടു, യാമീനെ കണ്ടു. കണ്ടിട്ട് യാമിക്ക് ഒരു ചെറിയ ബേബി ഉണ്ട്. യാമിയെ ഒരു ബേബി ആവും, യാമിക്ക് ഒരു ബേബി ഉണ്ട് അല്ലേ? അല്ല, എന്റെ അമ്മേന്റെ ഏട്ടന്റെ മോളാണ് യാമി. ഒന്നും കൂടെ കുഞ്ഞായി, പെൺകുഞ്ഞന്നെ. ഒരു കൊച്ചും കൂടി ആയി. നിഹാരിക എന്നാ പേര്. ഇവിടുത്തെ നിഹാര ചേച്ചിന്ന് ഓർമ്മിച്ചാ മതി. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നു. യാമിക്ക് 3 വയസ്സായി, പിന്നെ എനിക്ക് 7 വയസ്സായി. എന്റെ ഹാപ്പിയോടെ വില്ലേന്ന് ആഘോഷിച്ചിരുന്നു. പിന്നെ കൊറേ ആൾക്കാർ കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നു. പിന്നെ കൊറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. പിന്നെ ഒരാള് മാത്രം എന്നെ പറ്റിച്ചു, വിഷ്ണുമാമൻ. എന്താ പറ്റിച്ച മോളെ? വിഷ്ണുമാമൻ എന്റെ ചെരുപ്പെടുത്തിട്ട് ആദ്യേ എന്റെ ചെരുപ്പ് പഴയതെന്ന് എനിക്ക് ഗിഫ്റ്റായി എനിക്ക് തന്നു. ഇത്രയും ക്രൂരത ചെയ്ത ഒരു കുഞ്ഞിനോട് ക്രൂരത ചെയ്ത വിഷ്ണുവിനെ നമുക്കൊന്ന് സ്റ്റേജിൽ വീഴ്ത്തി അഭിനന്ദിക്കണം. വിഷ്ണു ഒന്ന് വരണം വിഷ്ണു, പ്ലീസ്. എന്തിനാ ഈ ചതി ചെയ്തത് വിഷ്ണുമാമ, പറയൂ. ഞാൻ ചെയ്തു തരകുട്ടി ഇല്ലല്ലോ. എന്താ മോനെ ചെയ്തോന്നൂടെ പറ. പഴയ ചെരുപ്പ് തന്നെ എനിക്ക് തന്നത് വിഷ്ണു. ഒതുങ്ങി വന്നു. പിന്നെ രാവിലെ മൈൻഡ് ചെയ്തില്ല, പിന്നെ ഉമ്മ ഒക്കെ തന്നുപോയി. പിന്നെ ഒരു ദിവസം എന്നെ കരയിപ്പിച്ചു വിഷ്ണുമാമൻ. അല്ല, ഒന്നും പിള്ളേർക്ക് പാട്ട് സെലക്ട് ചെയ്യുന്ന ആളല്ലേ? അതെ. എന്റെ അച്ഛൻ അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് കരയിപ്പിച്ചോ? ഇതെന്താ വിഷ്ണു ചേട്ടാ, നിങ്ങൾ 5-6 വർഷമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രൂരത നിങ്ങൾ ചെയ്യുന്നത്. വിഷ്ണു ഇപ്പൊ കരയിട്ടോ? താരക്കുട്ടി, നമുക്ക് വിഷ്ണുമാമന്റെ കൂമ്പിലിട്ടിരിക്കണം. ചേട്ടാ ഞാൻ പാവല്ലേ? ഒരിക്കലും ഞാൻ വേറെ ഗിഫ്റ്റ് മേടിച്ചു തരാട്ടോ. താരക്കുട്ടി ഇങ്ങനെ ഒരു ഇടി കൊടുത്തേരെ. അതാണ് വയറ്. ഞാൻ വയറാ പറഞ്ഞത്. വേറൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ വിഷ്ണുമാമൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ പോണത് കേട്ടോ. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഇത്രയും തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള ഒരു പയ്യനെ ഒരു പക്ഷെ എനിക്കറിയത്തില്ല, എന്റെ പേര് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട ആ രീതിയിലാ മുഖമൊക്കെ പോയത്. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും തങ്കപ്പെട്ട, നമ്മളെന്തോ ഉദ്ദേശിക്കുന്നില്ല. വിഷ്ണു, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മാക്സിമം. താങ്ക് യു വിഷ്ണു ചേട്ടാ.